മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രാഹുലിനെതിരെ ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് വരികയാണ്. കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ഇവർ പറയുന്നു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഗുരുതരമാണല്ലോ സാഹചര്യം. എന്താണ് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപം? സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഇമെയിലായി അയച്ചിരിക്കുന്ന ഗുരുതരമായ ചില രാഹുലിനെതിരെ ആദ്യം പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ച ഇരിയുടെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, തങ്ങളുടെ ഇടയിൽ ഗാർഹികമായ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. താൻ ഗാർഹിക പീഡനം നടത്തിയെന്നായിരുന്നു തനിക്കെതിരെ ഉയർന്ന ആക്ഷേപം. ആ പ്രശ്നത്തിൽ മധ്യസ്ഥനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം കടന്നു വരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും തന്നെ മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം തന്റെ ഭാര്യയെ വശീകരിക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ വശീകരിച്ച ശേഷം ശാരീരികമായി അടക്കം ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നും ഈ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നു. തന്റെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ അധിക്ഷേപമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബോധപൂർവം പ്രചരിപ്പിച്ചു. തന്റെയും ഇരയുടെയും ചിത്രം പ്രചരിപ്പിക്കാൻ സൈബർ ഇടങ്ങളിൽ ബോധപൂർവമായി ഇതടക്കമുള്ള കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതോടൊപ്പം മറ്റൊരാളുടെ ഭാര്യയിൽ തനിക്കൊരു കുഞ്ഞു വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ അങ്ങനെ തന്റെ ഭാര്യയായ ഇര രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതിന് ശേഷം ആ ഗർഭത്തിന്റെ ഉത്തരവാദി താനാണെന്ന് പറയാനുള്ള ശ്രമം നടന്നു. അതിനുശേഷം ഗുളിക കൊടുത്ത് ആ ഗർഭം അരസിപ്പിക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ 4 പേജുകൾക്ക് മുകളിലുള്ള ഈ പരാതിയിൽ. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ രാഹുൽ ഈശ്വർ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഈ യുവതി 2 പേരെ ചതിക്കുകയായിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയുടെ ഭർത്താവുമുണ്ട് എന്നത്. അതായത് മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ഇരയുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ അടക്കം രാഹുൽ ഈശ്വർ അടക്കം പലതവണ നമ്മളുടെ ചാനലിൽ അടക്കം സംസാരിച്ചതാണ്. അതിനിടയിലാണ് ഏറെ നാളായി ഈ വിഷയത്തിൽ താൻ മൗനം തുടർന്നത്. മാനഹാനി ഭയന്നാണ്. കുടുംബത്തിനും എതിരായ സൈബർ അധിക്ഷേപങ്ങൾ അടക്കം അത് പരിധി വിടുന്ന ഒരു സാഹചര്യം എത്തിയതോടെയാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്താൻ നിർബന്ധിതരാകുന്നത് എന്നും ഈ പരാതിയിൽ ഇരയുടെ ഭർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇതിൽ അടിയന്തരമായ ഇടപെടൽ വേണമെന്ന ആവശ്യം കൂടി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇനി മറ്റൊരാൾക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടാകരുത് എന്നാണ് പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. വരുന്ന 7-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പരാതി കൂടി രംഗത്തെത്തുന്ന സാഹചര്യം. യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജനുവരി 7-ന് ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. ഹർജിയിൽ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ വിധി പറയുകയാണ്. സർക്കാരിൻ്റെ അപ്പീലടക്കം അപ്പോൾ പരിഗണിക്കപ്പെടുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ഒരു പരാതി കൂടി വരുന്നത് എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ ഈ വാർത്ത വരുന്നതിന് അല്പം മുമ്പ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും സത്യം ജയിക്കുമെന്ന നിലപാടെടുക്കാനാണ് രാഹുൽ തയ്യാറായിട്ടുള്ളത്. അതിനിടയിൽ വീണ്ടും ഒരു പരാതി വരുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ രാഹുലിന് കുരുക്കായി ഈ ഇരകളുടെ പരാതി മാത്രമല്ല, ഇരകളുടെ ഭർത്താവിൻ്റെ ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് കൂടി രംഗത്ത് വരികയാണ്. തൻ്റെ ഭാര്യയെ രാഹുൽ വശീകരിക്കുന്നു. ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: താൻ വീട്ടിലില്ലാത്ത സമയത്ത് ഫ്ലാറ്റിലെത്തി പെൺകുട്ടിയെ വശീകരിച്ച് വലയിലാക്കി എന്നതാണ് ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അത് അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണമായി കൂടി ഇത് മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും സത്യം ജയിക്കുമെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് നിലപാടെടുക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ രാഹുൽ പയറ്റുന്നു എന്ന സൂചനകൾക്കിടയിലാണ് വീണ്ടും ആക്ഷേപം വരുന്നത്. കോൺഗ്രസ് ഒക്കെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ വീണ്ടും ഈ ആക്ഷേപം വരും എന്ന കാര്യം? നമ്മളിതിൽ എടുത്തു കാണേണ്ട കാര്യം സജിത്ത്, ഈ പരാതികളെ സംബന്ധിച്ച കൃത്യമായ ധാരണയുള്ള 3 മുതിർന്ന നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു.
അതിൽ ആദ്യത്തെ ആൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. രണ്ടാമത്തെ ആൾ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. അതായത് ഇവർക്ക് ഈ പരാതികളുടെ ആധികാരികത സംബന്ധിച്ചും ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഗൗരവം സംബന്ധിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഘട്ടം മുതൽ, അതായത് ഇതൊരു നിയമപരമായ പരാതിയായി പോലീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിയമ സംവിധാനങ്ങൾക്കോ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഈ മുതിർന്ന നേതാക്കൾ എടുക്കാൻ കാരണം ഈ പരാതിയുടെ ഗൗരവ സ്വഭാവം എത്രത്തോളമാണ് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഇത് പരാതിയായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയുന്നതടക്കമുള്ള നടപടികൾ താൽക്കാലിക ആശ്വാസമായി വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും കേസിന്റെ തുടർ നീക്കങ്ങൾ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും പെരുന്നയിൽ മന്നം സമാധിയിലെത്തി കൃത്യമായി അവിടെ മുതിർന്ന നേതാക്കളുമായൊക്കെ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകാനുള്ള നീക്കം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ആദ്യമായി പരാതി നൽകിയ ഇരയായ യുവതിയുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള കൃത്യമായ ഒരു ഇടപെടൽ സംസ്ഥാന പോലീസ് മേധാവി ഈ കേസിന്റെ അന്വേഷണത്തിന് നിലവിൽ നേതൃത്വം നൽകുന്ന പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുടിനെ ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറുമോ, അതോ ഇത് പാലക്കാട് നിന്നുള്ള അല്ലെങ്കിൽ പാലക്കാടാണ് ഈ ഇരയുടെ ഭർത്താവിന്റെ സ്ഥലം, അവിടെ നിന്ന് ഈ പരാതി അവിടെയുള്ള ഒരു പോലീസിനോ പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേഷനോ ഈ പരാതി കൈമാറുകയായിരിക്കുമോ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നീക്കമായി ഇത് മാറുകയാണ്. എന്തായാലും പരാതിക്കാരിയുടെ ഭർത്താവാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചു, വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി, തൻ്റെ വ്യക്തിത്വമടക്കം പുറത്തുവിടാൻ ബോധപൂർവ്വ നീക്കമുണ്ടായി എന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട് രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് ഉന്നയിക്കുന്നത്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് നീക്കം നടത്തിയത്. രാഹുൽ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ രാഹുൽ എടുക്കുന്ന നിലപാടിൽ തനിക്ക് സത്യം വിജയിക്കുമെന്ന നിലപാടാണ് രാഹുൽ വീണ്ടും എടുക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ രാഹുൽ ശ്രമങ്ങൾ വീണ്ടും സജീവമാക്കി കഴിഞ്ഞു. ഇതിനിടയിലാണ് ഈ ആക്ഷേപം കൂടി പുറത്തു വരുന്നത് എന്നതാണ്. ജനുവരി 7 ഈ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും കൂടിയാണ്. ഡാൻ, ജനുവരി 7 നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. ഇതുവരെ ചർച്ചകളിൽ തൽക്കാലം മാറി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം കേസ് വീണ്ടും ചർച്ചകൾ നിറയ്ക്കുന്ന തീരുമാനമാണ് കോടതിയിൽ നിന്നുണ്ടാവേണ്ടത്. ഒന്ന് സർക്കാരിൻ്റെ അപ്പീലുണ്ട്, രാഹുലിൻ്റെ അപ്പീലുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുക, എന്നിട്ട് ചോദ്യം ചെയ്യാം. ഇതാണല്ലോ അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. പുതിയ കേസ് കൂടി വരുന്ന ഘട്ടത്തിൽ നിർണായകമാണ് സാഹചര്യം. കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. എന്തായാലും കേസെടുത്ത് തുടരന്വേഷണം നടത്താതിരിക്കാൻ പോലീസിന് കഴിയുകയുമില്ല. പോലീസിന് അങ്ങനെ മൗനം പാലിക്കാൻ കഴിയില്ല. കൃത്യമായി ഇതിൽ നടപടി ഉറപ്പാക്കേണ്ടതായി വരും. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പരാതിയുടെ